ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഈദിനെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. കുൽഫി പുഡിംഗ് ആട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് പുതർത്തി വെക്കാനുണ്ട്. ഞാനിപ്പോൾ 4 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പുതർത്തി വെക്കാം. ഇനി ഇതാ ഞാൻ ഒരു പാത്രത്തിൽ പാലെടുത്ത് വെച്ചിന്. ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത കുറച്ച് കൂടുതലായിട്ട് തന്നെ അങ്ങനെ എടുക്കാം. ഫിക്സഡ് അളവ് ഞാൻ പറയുന്നില്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ അങ്ങനെ എടുക്കാം. പിസ്ത ഒന്ന് നുറുക്കിയിട്ടാണ് എടുത്തത്, അങ്ങനെ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, കുറച്ചൊന്ന് നുറുക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമും പിസ്ത എടുത്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിസ്ത എടുത്തതിന്റെ പകുതി അളവിൽ ബദാം എടുത്താൽ മതി. ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പാല് ചൂടായി വരുന്ന മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആയി വരട്ടെ. പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫ്ലോറിന്റെ ഒരു മിക്സ് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 4 ടേബിൾ സ്പൂണ് പാലെടുത്തിന്. അതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് കട്ടകളില്ലാണ്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പാല് നല്ലോണം തിളച്ച് വന്ന ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ഒരു കോൺഫ്ലോറിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറിന്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ പാല് നല്ലോണം തിളച്ച് സെറ്റായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പുറത്തെ ഗ്യാസിൽ നമ്മൾ നേരത്തെ പുതർത്തി വെച്ച ആ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആയി വന്നാൽ നമുക്ക് ആ ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പുഡിങ്ങിന്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിൽ കൂടി തന്നെ അങ്ങനെ ഒഴിക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തന്നെ സ്പൂൺ വെച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് അതിന്റെ ചൂടും അതുപോലെ നമ്മളെ പുഡിങ്ങിന്റെ മിക്സിന്റെ ആ ഒരു പാലിന്റെ ആ ഒരു ചൂടും ഒരേപോലെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് പാല് കുറച്ചായി വന്ന ശേഷം നമ്മൾ ചൈന ഗ്രാസ് ഇപ്പുറത്തുനിന്ന് മെൽറ്റ് ചെയ്തെടുത്തത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ കട്ടിയായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാണ് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഇതവിടെ ഇങ്ങനെ വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്തേക്ക് മേലയിൽ കുറച്ചൊന്ന് ആറി വരും. അപ്പൊ ഇതാണ് പിസ്ത വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഗാർണിഷ് ചെയ്യുന്നത്
നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഏത് രീതിയിലാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ പിസ്ത ഈ ഒരു രീതിയിൽ ഇതിന് മേലെയായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇതൊരു 6 മണിക്കൂറാട്ടാ വെച്ചത്. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജില്. അപ്പൊ ഇതാ ഇത് ഞാനിപ്പോ ഒരു 6 മണിക്കൂറിന് ശേഷമാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം സെറ്റായി വന്നിന്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റും കഴിക്കാൻ. കുൽഫി എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് ഈ ഒരു പുഡിങ്ങിൽ കിട്ടും. നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. വായിലിട്ട് അലിഞ്ഞു പോകുന്നെല്ലാം പറയില്ലേ, ആ ഒരു രീതിയിലുള്ള പുഡിങ് ആട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.